ഹായ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സാമിനേഷൻ ഓഫ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ സിസ്റ്റം. അപ്പോൾ GIT എക്സാമിൻ ചെയ്യാൻ നമ്മൾ ആദ്യം ഓറൽ ക്യാവിറ്റി എക്സാമിൻ ചെയ്യണം. ഓറൽ ക്യാവിറ്റി എക്സാമിൻ ചെയ്യാൻ നേരം അവിടെ ആ പെട്ടിയിൽ എപ്പോഴും ഒരു ടോർച്ച് വെച്ചേക്കണം. ടോർച്ച് വെച്ചിട്ടുണ്ടാവും. ആ ടോർച്ച് നമ്മൾ കയ്യിലെടുത്തിട്ട് വേണം ചെയ്യാൻ. ആദ്യം ചെയ്യേണ്ടത് ഓറൽ ക്യാവിറ്റിയിൽ നമ്മൾ മെയിൻലി ടീത്ത്, ടങ്ക്, ടോൺസിൽസ് ഇതൊക്കെയാണ് എക്സാമിൻ ചെയ്യേണ്ടത്. അപ്പോൾ ടീത്ത് പല്ലൊന്ന് കാണിക്കും. അപ്പോൾ ടങ്ക് എക്സാമിൻ ചെയ്യാൻ നമ്മൾ നാക്ക് പുറത്തോട്ട് ഇടാൻ പറയുക. എന്നിട്ട് ടങ്ക് എക്സാമിൻ ചെയ്യാം. അതിനുശേഷം ഓറൽ ക്യാവിറ്റിയിൽ ഓറോഫാരിങ്സും ടോൺസിൽസും കൂടി എക്സാമിൻ ചെയ്യാം. ടങ്ക് അകത്തിട്ടുള്ളൂ. ഇനി അടുത്താണ് എക്സാമിനേഷൻ ഓഫ് അബ്ഡോമൻ പ്രോപ്പറായിട്ട്. അതിന് ആദ്യമേ നമ്മൾ പേഷ്യൻറ്റിനോട് കൺസെൻ്റൊക്കെ ചോദിച്ച് പേഷ്യൻറ്റിനെ റിലാക്സ് ചെയ്ത് കിടത്തുക. അതിനുശേഷം പേഷ്യൻറ്റിൻ്റെ അടുത്ത് അബ്ഡോമൻ പ്രോപ്പറായിട്ട് എക്സ്പോസ് ചെയ്യാൻ പറയാം. ഇനി അബ്ഡോമൻ എക്സാമിൻ ചെയ്യാനായിട്ട് ആദ്യമേ ഉള്ളൊരു പ്രീ റിക്വസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അബ്ഡോമനെ 9 ക്വാഡ്രൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അത് 4 പ്ലെയിൻ വെച്ചിട്ടാണ് ആദ്യം അബ്ഡോമനെ 9 ക്വാഡ്രൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ആദ്യം ഹൊറിസോണ്ടൽ പ്ലെയിൻസ് പറയാം. ഫസ്റ്റ് ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുന്നത് നമ്മുടെ 10th റിബാണ് 10th കോസ്റ്റൽ മാർജിൻ. 10th കോസ്റ്റൽ മാർജിൻ ജോയിൻ ചെയ്യുന്ന ഒരു ഫസ്റ്റ് ഹൊറിസോണ്ടൽ ലൈനും അതിനുശേഷം രണ്ടാമത്തെ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ 2 ഇലിയാക് ട്യൂബർക്കിൾസ് ജോയിൻ ചെയ്യുന്നതാണ് രണ്ടാമത്തെ ഹൊറിസോണ്ടൽ ലൈൻ. അതിനുശേഷം 2 വെർട്ടിക്കൽ ലൈൻ ഈതർ സൈഡിലും മിഡ് ക്ലാവിക്കുലർ പോയിന്റ് തൊട്ട് മിഡ് ഇൻഗ്വൈനൽ പോയിന്റ് വരെ ജോയിൻ ചെയ്യുന്നതാണ് 2 വെർട്ടിക്കൽ ലൈൻസ്. അങ്ങനെ നമ്മൾ ഈ 4 പ്ലെയിൻ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം അബ്ഡോമൻ 9 ക്വാഡ്രൻസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഏറ്റവും മുകളിലുള്ളത് റൈറ്റ് ഹൈപ്പോകോൺഡ്രിയം, എപ്പിഗാസ്ട്രിയം, ലെഫ്റ്റ് ഹൈപ്പോകോൺഡ്രിയം, റൈറ്റ് ലംബാർ, അംബിലിക്കസ്, ലെഫ്റ്റ് ലംബാർ ആൻഡ് റൈറ്റ് ഇലിയാക്, ഹൈപ്പോഗാസ്ട്രിയം, ലെഫ്റ്റ് ഇലിയാക്. ആദ്യം ഇൻസ്പെക്ഷനിൽ നമ്മൾ 9 ഹെഡിങ്സിൽ വേണം പറയാൻ. ആദ്യത്തെ ഹെഡിങ് ആണ് സ്കിൻ ആൻഡ് സർഫസ് ഓഫ് അബ്ഡോമൻ. സ്കിൻ ആൻഡ് സർഫസ് ഓഫ് അബ്ഡോമൻ നമ്മൾ നോക്കേണ്ടത് സ്കിൻ എന്തെങ്കിലും സ്ട്രെച്ച്ഡ് ആയിട്ടുണ്ടോ. അസൈറ്റസ് പോലുള്ള കണ്ടീഷൻസിൽ അബ്ഡോമൻ ഷൈനി ആയിട്ട് അപ്പിയർ ആവും. പിന്നെ എന്തെങ്കിലും സ്കാർസ് അല്ലെങ്കിൽ ഡൈലേറ്റഡ് വെയിൻസ് ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ എന്തെങ്കിലും പിഗ്മെൻറ്റേഷൻ ഉണ്ടോ എന്ന് നോക്കുക. അതായത് പ്രഗ്നൻസിയിൽ ലീനിയ നൈഗ്ര അല്ലെങ്കിൽ തയാഗ്ര വിഡാറം പോലുള്ള പിഗ്മെൻറ്റേഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അടുത്ത ഹെഡിങ് ആണ് ഷേപ്പ് ഓഫ് അബ്ഡോമൻ. ഷേപ്പ് ഓഫ് അബ്ഡോമനിൽ നോർമൽ ഷേപ്പ് ഓഫ് അബ്ഡോമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റൽ മാർജിനും അബ്ഡോമിനൽ വോളും ഒരേ ലെവലിൽ വരുമ്പോഴാണ് അത് നോർമൽ അബ്ഡോമൻ എന്ന് പറയപ്പെടുക. ഇനി അബ്ഡോമിനൽ വോൾ കോസ്റ്റൽ മാർജിൻ്റെ താഴെ പോവുകയാണെങ്കിൽ അത് ഷ്രങ്കൻ അല്ലെങ്കിൽ സ്കഫേർഡ് അബ്ഡോമൻ ആണ്. അതെവിടെയൊക്കെ കാണപ്പെടാം? മാൽന്യൂട്രിഷൻ, സ്റ്റാർവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാർസിനോമാസ് ഉണ്ടെങ്കിൽ. ഇനി ഡിസ്റ്റൻറ്റഡ് അബ്ഡോമൻ എന്ന് വെച്ചാൽ അബ്ഡോമിനൽ വോൾ കോസ്റ്റൽ മാർജിൻ്റെ മുകളിലോട്ട് പോകുമ്പോഴാണ് കാണപ്പെടുക. അത് 5F സിറ്റുവേഷനിലാണ് വരുന്നത്. അടുത്ത ഹെഡിങ് ആണ് സിമെട്രി. അബ്ഡോമൻ എപ്പോഴൊക്കെ അസിമെട്രിക്കൽ ആവാം? എന്തെങ്കിലും ലിവർ എൻലാർജ്മെൻറ്റ് അങ്ങനത്തെ സാഹചര്യങ്ങളിൽ അബ്ഡോമൻ അസിമെട്രിക്കൽ ആവാം. പിന്നെ അടുത്ത ഹെഡിങ് ആണ് സ്റ്റേറ്റ് ഓഫ് അംബിലിക്കസ്. നോർമലി അംബിലിക്കസ് എപ്പോഴും റിട്രാക്റ്റഡ് ആയിട്ടായിരിക്കും ഇരിക്കുക. ഇനി അസൈറ്റസ് പോലുള്ള കണ്ടീഷനിൽ അബ്ഡോമിനൽ വോളും അംബിലിക്കസും ഒരേ ലെവലിൽ വരും. ഇനി ഇത് ഇൻവേർട്ടഡ്, അതായത് അംബിലിക്കസ് പൊങ്ങി വരുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ്? അംബിലിക്കൽ ഹെർണിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ റേസ്ഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ അംബിലിക്കസ് അബ്ഡോമിനൽ വാളിനേക്കാളും മുകളിൽ വരും. അടുത്ത ഹെഡിങ് ആണ് മൂവ്മെൻറ്റ്സ് വിത്ത് റെസ്പിറേഷൻ. നോർമലി ഫീമെയിൽസിൽ റെസ്പിറേഷൻ തൊറാക്കോ അബ്ഡോമിനൽ ആയിരിക്കും, മെയിൽസിൽ അബ്ഡോമിനോ തൊറാസിക് ആയിരിക്കും. അടുത്ത ഹെഡിങ് ആണ് വിസിബിൾ പൾസേഷൻസ്. ഭയങ്കര മെലിഞ്ഞിട്ടുള്ള ഇൻഡിവിജ്വൽസിൽ എപ്പിഗാസ്ട്രിക് പൾസേഷൻസ് ഫിസിയോളജിക്കലി വിസിബിൾ ആയിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും നെർവസ് ഇൻഡിവിജ്വൽസ് ആണെങ്കിലും എപ്പിഗാസ്ട്രിക് പൾസേഷൻസ് നമുക്ക് വിസിബിളായിട്ട് കാണപ്പെടാം. ഇനി പത്തോളജിക്കൽ കണ്ടീഷൻസ് ആയ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി, ലിവർ സിറോസിസ് ഇങ്ങനെയുള്ള ചില കണ്ടീഷൻസിലും പത്തോളജിക്കലായിട്ട് നമുക്ക് പൾസേഷൻസ് കാണാം. അടുത്ത ഹെഡിങ് ആണ് വിസിബിൾ പെരിസ്റ്റാൾസിസ്. വിസിബിൾ പെരിസ്റ്റാൾസിസ് മാൽനറിഷ്ഡ് തിൻ ചിൽഡ്രനിൽ കാണപ്പെടും. പിന്നെ എന്തെങ്കിലും ഇൻറ്റെസ്റ്റിനൽ ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ പൈലോറിക് സ്റ്റീനോസിസ് ഉണ്ടെങ്കിലും വിസിബിളായിട്ട് നമുക്ക് പെരിസ്റ്റാൾസിസ് കാണാം. അടുത്ത ഹെഡിങ് ആണ് സ്കാർസ് ആൻഡ് ഡൈലേറ്റഡ് വെയിൻസ്. എന്തെങ്കിലും സ്കാർസോ ഡൈലേറ്റഡ് വെയിൻസോ, അതായത് പ്രീവിയസ് സർജറിന് ഇൻഡിക്കേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും സ്കാർസോ അല്ലെങ്കിൽ ഡൈലേറ്റഡ് വെയിൻസ് ഉണ്ടോ എന്ന് നോക്കുക. അതിന് ശേഷം വരുന്നതാണ് ഹെർണിയൽ സൈറ്റ്സ്. നമ്മളെപ്പോഴും ഹെർണിയൽ സൈറ്റ്സും കൂടി ഇൻസ്പെക്ട് ചെയ്യണം. നമ്മളെപ്പോൾ ഒരു പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്താലും പേഷ്യൻറ്റിൻ്റെ അടുത്ത് നമ്മൾ കൺസെൻറ്റ് ചോദിക്കണം. നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊസീജിയർ പേഷ്യൻറ്റിൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുകയും വേണം.
അതിനുശേഷം അത് മാത്രമല്ല, നമ്മൾ പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിനെ താങ്ക് ചെയ്യുകയും വേണം. ഇപ്പോൾ അബ്ഡമൻ എക്സാമിൻ ചെയ്യാൻ നമ്മൾ ആക്ച്വലി ക്ലാവിക്കിൾ മുതൽ ഒരു മിഡ് ടൈ വരെ എക്സ്പോസ് ചെയ്യണം. പക്ഷേ ഐഡിയലി അങ്ങനെ ഈ സിറ്റുവേഷൻസിൽ നമ്മളങ്ങനെ ചെയ്യാറില്ല. മാത്രമല്ല, നമ്മൾ എപ്പോൾ എക്സാമിൻ ചെയ്താലും റൈറ്റ് സൈഡ് ഓഫ് ദ പേഷ്യൻറ്റിൽ നിന്ന് വേണം എക്സാമിൻ ചെയ്യാൻ. അടുത്തത് പാൽപേഷനാണ്. ആദ്യമേ സൂപ്പർഫിഷ്യൽ പാൽപേഷൻ. നമ്മൾ എപ്പോൾ പാൽപേറ്റ് ചെയ്താലും നീസും ഹിപ്സും സെമി ഫ്ലെക്സ്ഡ് ആയിരിക്കണം. ഫേസ് ഒരു വശത്തോട്ട് ടേൺ ചെയ്തിരിക്കണം. അപ്പോൾ സൂപ്പർഫിഷ്യൽ പാൽപേഷനിൽ നമ്മൾ എന്തെങ്കിലും ടെമ്പറേച്ചർ, ടെൻഡർനെസ്, റിജിഡിറ്റി, ഗാർഡിങ് ഇത് നാലുമാണ് ടെസ്റ്റ് ചെയ്യുക. ആദ്യം ടെമ്പറേച്ചർ നമ്മളെപ്പോഴും ഡോർസം ഓഫ് ഹാൻഡ് വെച്ച് വേണം നോക്കാൻ. ഇനി ലോക്കൽ റൈസ് ഇൻ ടെമ്പറേച്ചർ ഉണ്ടോ എന്ന് നോക്കാം. പിന്നെ ടെൻഡർനെസ്, നമ്മൾ പിടിക്കുമ്പോൾ ഒരു പെയിന് പേഷ്യൻ്റ് പറയുന്നതാണ് ടെൻഡർനെസ് എന്ന് പറയുന്നത്. അതൊരു സൈനാണ്, നമ്മളത് ഉണ്ടോ എന്ന് എലിസിറ്റ് ചെയ്യുക. നോർമലി അത് കാണപ്പെടില്ല. പിന്നെ വരുന്നതാണ് റിജിഡിറ്റി. റിജിഡിറ്റി എന്ന് പറയുമ്പോൾ പെരിട്ടോണൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിൽ അബ്ഡോമൻ ഒരു കാർഡ്ബോർഡ് കണക്കിരിക്കും. അതാണ് റിജിഡിറ്റി. പിന്നെ ഉള്ളതാണ് ഗാർഡിങ്. ഗാർഡിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊട്ടക്റ്റീവ് റിഫ്ലെക്സ് ആണ്. അത് നമ്മൾ പാൽപേറ്റ് ചെയ്യുമ്പോൾ, പേഷ്യൻറ്റിൻ്റെ അബ്ഡോമിനെ പാൽപേറ്റ് ചെയ്യുമ്പോൾ ഇൻവോളണ്ടറി ഒരു മസിൽ കൺട്രാക്ഷൻ ആയിട്ട് വരുന്നതാണ് ഗാർഡിങ്. നോർമലി അത് കാണപ്പെടാറില്ല. അടുത്തത് ഡീപ്പ് പാൽപേഷനാണ്. ഡീപ്പ് പാൽപേഷനിൽ ആദ്യം നമ്മൾ ലിവർ പാൽപേറ്റ് ചെയ്ത് നോക്കും. അപ്പോൾ ലിവർ പാൽപേറ്റ് ചെയ്യാൻ നമ്മൾ റൈറ്റ് ഇലിയാക് ഫോഴ്സിൽ നിന്ന് നമ്മുടെ റൈറ്റ് ഹാൻഡിൻ്റെ അൾനാർ ബോർഡർ വെച്ച് പാൽപേറ്റ് ചെയ്ത് തുടങ്ങണം. പേഷ്യൻ്റ് ഡീപ്പ് ഇൻസ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പാൽപേറ്റ് ചെയ്ത് റൈറ്റ് കോസ്റ്റൽ മാർജിൻ വരെ പോകുന്ന. ഓക്കെ, ലിവർ നോർമലി പാൽപ്പബിൾ ആയിരിക്കില്ല. പാൽപ്പബിൾ ആവുന്ന കണ്ടീഷൻസിന് ഹെപ്പാറ്റോമെഗാലി ആണെങ്കിൽ മാത്രമേ ലിവർ പാൽപ്പബിൾ ആവത്തുള്ളൂ. അത് വരുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ്? ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ്, കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലുവർ, ഇങ്ങനത്തെ കണ്ടീഷൻസിൽ ലിവർ പാൽപ്പബിൾ ആയിരിക്കും. അടുത്ത ഡീപ്പ് പാൽപേഷൻ സ്പ്ലീനാണ്. സ്പ്ലീൻ ചെയ്യാൻ നേരത്ത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് സ്പ്ലീനിൻ്റെ ആ ഒരു ഭാഗം ഒന്ന് താങ്ങിക്കൊടുക്കുക. അതിനുശേഷം റൈറ്റ് ഇലിയാക് ഫോസ മുതൽ ലെഫ്റ്റ് കോസ്റ്റൽ മാർജിൻ വരെ വേണം നമ്മൾ ഡയഗണലി പാൽപേറ്റ് ചെയ്യണം. അത് നമ്മുടെ പൾപ്പ് ഓഫ് ദി ഫിംഗർ വെച്ച് പാൽപേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ലിവർ പാൽപേറ്റ് ചെയ്ത പോലെ തന്നെ പേഷ്യൻ്റ് ഇൻസ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ പൾപ്പ് വെച്ചിട്ട് പാൽപേറ്റ് ചെയ്ത് കൊടുക്കുക. ലെഫ്റ്റ് കോസ്റ്റൽ മാർജിൻ വരെ പാൽപേറ്റ് ചെയ്യണം. സ്പ്ലീൻ നോർമലി പാൽപ്പബിൾ അല്ല. സ്പ്ലീൻ ഭയങ്കരമായിട്ട് വലുതാവുമ്പോൾ മാത്രമാണ് പാൽപേറ്റ് ആവുള്ളൂ. അതായത് 3 to 4 ടൈംസ് ഒരു സ്പ്ലീനോമെഗാലി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്പ്ലീൻ പാൽപ്പബിൾ ആയിട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ വരുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ്? മലേറിയ, ടൈഫോയിഡ്, പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ, കാലാസർ. ഇത് നമ്മൾ കിഡ്നിയാണ് പാൽപേറ്റ് ചെയ്യുന്നത്. കിഡ്നി ബൈ മാനുവലിയാണ് പാൽപേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ റൈറ്റ് കിഡ്നി ആദ്യം പാൽപേറ്റ് ചെയ്യാൻ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് പോസ്റ്റീരിയർ ലംബാർ റീജിയനിൽ വെക്കുക. റൈറ്റ് ഹാൻഡ് റൈറ്റ് ആൻറ്റീരിയർ ലംബാർ റീജിയനിൽ വെക്കുക. അതിനുശേഷം ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ ഫോർവേഡായിട്ട് പുഷ് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് ബാക്ക്വേർഡ് ആൻഡ് ഇൻവേർഡായിട്ട് പോകും. അതായത് ഒരു ബലോട്ടബിൾ ഫാഷനിൽ നമ്മളിങ്ങനെ പാൽപേറ്റ് ചെയ്യാം. ഇതേ സെയിം പോലെ നമ്മൾ ലെഫ്റ്റ് കിഡ്നിയിൽ ലെഫ്റ്റ് ഹാൻഡ് വെക്കുക, റൈറ്റ് മുകളിൽ വെക്കുക, എന്നിട്ട് ബലോട്ടബിലിറ്റി പോലെ പാൽപേറ്റ് ചെയ്യാം. കിഡ്നീസ് നോർമലി പാൽപ്പബിൾ അല്ല. അടുത്തത് ഫ്ലൂയിഡ് ത്രില്ലാണ്. ഫ്ലൂയിഡ് ത്രില്ലിന് നമുക്ക് ഒരു അസിസ്റ്റൻറ്റിൻ്റെ സഹായം വേണ്ടി വരും. അല്ലെങ്കിൽ പേഷ്യൻ്റെ അടുത്ത് സ്വന്തം കൈ എടുത്ത് ഇങ്ങനെ വെക്കാൻ പറഞ്ഞാലും മതിയാവും. അതിലങ്ങോട്ട് വെച്ചു. അതിനുശേഷം നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ലംബാർ പൊസിഷനിൽ പിടിച്ചിട്ട് നമ്മൾ റൈറ്റ് കൊണ്ടിട്ട് ഇവിടെ ഒന്ന് തട്ടി നോക്കുക. അപ്പോൾ എന്തെങ്കിലും ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇമ്പൾസ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ അനുഭവപ്പെടും. ഇനി ഈ കൈ നമ്മൾ എന്തിനാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്? ഇവിടെ അബ്ഡോമനിലുള്ള ഫാറ്റ് വഴി ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കാതിരിക്കാനാണ് കൈ ഇങ്ങനെ വെക്കുന്നത്. അടുത്തത് പെർക്കഷനാണ്. പെർക്കഷനിൽ നമ്മൾ ചെയ്യുന്നത് ഷിഫ്റ്റിംഗ് ഡൾനെസ് ആണ് ചെക്ക് ചെയ്യുന്നത്. ഷിഫ്റ്റിംഗ് ഡൾനെസ് ഫ്ലൂയിഡ് അബ്ഡോമനിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് സസ്പെക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഷിഫ്റ്റിംഗ് ഡൾനെസ് ചെയ്യുക. ഷിഫ്റ്റിംഗ് ഡൾനെസ് ചെയ്യാൻ നമ്മൾ ആദ്യമേ നോൺ ഡോമിനൻറ്റ് ഹാൻഡ് അംബിലിക്കൽ റീജിയനിൽ വെക്കുക. അതിനുശേഷം പെർക്കസ് ചെയ്യുന്ന ഡയറക്ഷൻ്റെ പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ പെർക്കസ് ചെയ്യാം. എന്നിട്ട് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഫോഴ്സ് എപ്പോഴും റിസ്റ്റ് എന്ന് പറഞ്ഞാൽ പെർക്കസ് ചെയ്യാൻ നേരം പെർക്കസ് ചെയ്ത് പോവാം. ഇനി ഫ്ലൂയിഡ് കിട്ടുന്ന സാഹചര്യം നമുക്ക് എങ്ങനെ മനസ്സിലാവും? ആ നോട്ട് ഡള്ളാവുമ്പോൾ ഫ്ലൂയിഡ് കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് നമ്മൾ അവിടെ സസ്പെക്ട് ചെയ്യുന്നു എന്നർത്ഥം. ആ ഒരു പൊസിഷൻ കിട്ടുമ്പോൾ നമ്മൾ പേഷ്യൻറ്റിനെ
അങ്ങോട്ട് ചെരിഞ്ഞടക്കാൻ പറയാം. ചെരിഞ്ഞടക്കാൻ കൈ എടുക്കരുത് കേട്ടോ ആ ഫുൾ സമയം. അതിനുശേഷം നമ്മളൊരു ഏകദേശം ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്ത ശേഷം പിന്നെയും അവിടെ പേർക്കസ് ചെയ്യുക. അപ്പോൾ പേർക്കസ് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ കിട്ടുന്ന നോട്ടാണ് കിട്ടുന്നെങ്കിൽ അതൊരു ഫ്ലൂയിഡ് കാരണമായിരിക്കും. നമ്മളതൊന്ന് ഒന്നും കൂടി ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഫ്ലൂയിഡ് കാണുമെന്ന് ഒന്നും കൂടി റീഅഷർ ചെയ്യാൻ നമ്മൾ വീണ്ടും പേർക്കസ് ചെയ്ത് ഇപ്പുറത്ത് പോകും. അപ്പോൾ ഫ്ലൂയിഡ് കാരണമാണെങ്കിൽ ആ സൈഡിൽ ഫ്ലൂയിഡ് ഇപ്പോൾ അക്യുമുലേറ്റ് ചെയ്യുന്ന സർഫസിൽ നമുക്കൊരു ഡൾ നോട്ട് കിട്ടും. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ഇനി ഒരു കംപ്ലീഷൻ സേക്കിന് നമ്മൾ പേഷ്യൻറ്റിനെ നേരെ കിടത്തി തിരിച്ച് അംബിലിക്കൽ റീജിയൻ വരെ ഷിഫ്റ്റിംഗ് ഡൾനെസ് പേർക്കസ് ചെയ്യും. അടുത്തത് ഓസ്കൾട്ടേഷനാണ്. നമ്മൾ നോർമൽ ബവൽ സൗണ്ട്സ് എക്സാമിൻ ചെയ്യാനാണ് ഓസ്കൾട്ടേറ്റ് ചെയ്യുക. അതായത് അബ്നോർമൽ സൗണ്ട്സ് ഡിറ്റക്ട് ചെയ്യാനും നമ്മൾ ഓസ്കൾട്ടേറ്റ് ചെയ്യും. ഓസ്കൾട്ടേറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യമേ ഡയഫ്രം വെച്ചാണ് ഓസ്കൾട്ടേറ്റ് ചെയ്യാൻ. ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 മിനിറ്റ്സ് ഓസ്കൾട്ടേറ്റ് വെക്കണം. ബിഫോർ എന്തെങ്കിലും അബ്നോർമൽ ആണെന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ 2 to 3 മിനിറ്റ്സ് ഒരു ബവൽ സൗണ്ട്സിന് വേണ്ടി ചെയ്യാം. ഇനി അബ്നോർമലായിട്ട് ഉള്ള ബവൽ സൗണ്ട്സ് എന്തൊക്കെയാണ്? എന്തെങ്കിലും ബ്രൂയി ഉണ്ടോ, അല്ലെങ്കിൽ സൈലൻ്റ് അബ്ഡമൻ ആണോ? സൈലൻ്റ് അബ്ഡമൻ വരുന്നത് പാരാലിറ്റിക് ഇലിയസിലാവും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ എക്സാജറേറ്റഡ് ബവൽ സൗണ്ട്സ് കേൾക്കാൻ പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ എക്സാമിനേഷൻ ഓഫ് അബ്ഡമൻ. താങ്ക് യു.